കഴുത്തിൽ കിടന്ന കോടികൾ വിലമതിക്കുന്ന നവരത്നമാല, കൈകളിലെ സ്വർണവളകൾ, കാലിലെ ചിലങ്ക എല്ലാം ഓരോന്നായി അവരഴിച്ചുവാങ്ങി. ഭർത്താവിൻ്റെ മൃതദേഹം തൊട്ടടുത്ത് കിടക്കുമ്പോൾ കരയാൻ പോലും അനുവദിക്കാതെ ആ 21കാരിയുടെ ദേഹത്തു നിന്ന് രാജകീയ ചിഹ്നങ്ങളെല്ലാം അവർ പിച്ചി ചീന്തിയെടുത്തു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ആരാണ് ഈ പെൺകുട്ടിയെന്ന്? വെറുമൊരു പെൺകുട്ടിയല്ല, അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാരെ പോലും വിറപ്പിച്ച കൊച്ചിയുടെ സർവ്വസൈന്യാധിപനായ സാക്ഷാൽ ശക്തൻ തമ്പുരാന്റെ സ്വന്തം ഭാര്യ. ഒരു രാത്രി ഇരുട്ട് വെളുത്തപ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ രാജാക്കന്മാരിലൊരാളുടെ ഭാര്യയെ ഒരു ഭിക്ഷാടകയെപ്പോലെ അവർ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു. ചരിത്രം അക്ഷരാർത്ഥത്തിൽ മായ്ച്ചു കളഞ്ഞ ചിമ്മുക്കുട്ടി നേത്യാരമ്മയുടെ രക്തം മരവിപ്പിക്കുന്ന കഥയാണിത്. ഇതൊരിക്കലും ഇങ്ങനെ അവസാനിക്കേണ്ട ഒരു കഥയായിരുന്നില്ല. വർഷം 1801. യുദ്ധങ്ങളും ചോരയും മാത്രം കണ്ട് ശീലിച്ച 52കാരനായ ആ അതികായന്റെ ജീവിതത്തിലേക്ക് ഒരു നൃത്തച്ചുവടിന്റെ താളത്തിൽ അവൾ കടന്നുവന്നു. കരിമ്പാട്ട തറവാട്ടിലെ 17 വയസ്സുകാരിയായ ചിമ്മുക്കുട്ടി. തൻ്റെ മുത്തച്ഛൻ്റെ പ്രായമുള്ള ആ രാജാവിനെ അവൾ പ്രണയിച്ചോ എന്ന് ചരിത്രത്തിൽ എവിടെയും എഴുതി വച്ചിട്ടില്ല. പക്ഷെ പിന്നീടുള്ള 4 വർഷങ്ങൾ അവൾ ആ കൊട്ടാരത്തിലെ മഹാറാണിയായി വാണു. തൃശൂർ നഗരത്തിലെ ആ വടക്കേച്ചിറ കൊട്ടാരവും അതിലെ കോടാനുകോടി സ്വർണവും ആ വലിയ രാജാവും തൻ്റേതാണെന്ന് ആ 17കാരി വിശ്വസിച്ചു. അതൊരു വലിയ തെറ്റായിരുന്നു. അതെ, അതവളുടെ വെറുമൊരു തോന്നൽ മാത്രമായിരുന്നു. കാരണം അവൾ ജീവിച്ചിരുന്നത് കൊച്ചിയിലായിരുന്നു. അവിടെ നിയമം ഒരു അദൃശ്യനായ രാക്ഷസനായിരുന്നു. 1805 സെപ്റ്റംബറിൽ ശക്തൻ തമ്പുരാൻ രോഗബാധിതനായി നാടുനീങ്ങി. രാജാവിൻ്റെ ശ്വാസം നിലച്ച ആ നിമിഷം ആ രാക്ഷസൻ ഉണർന്നു. മരുമക്കത്തായം. കൊച്ചിയിലെ നിയമപ്രകാരം രാജാവിൻ്റെ ഭാര്യ കൊട്ടാരത്തിലെ അംഗമായിരുന്നില്ല. അവൾ വെറുമൊരു പുറത്തുകാരിയായിരുന്നു. കോടികളുടെ ആസ്തിയുള്ള ഖജനാവിൻ്റെ താക്കോൽ തൻ്റെ ഭർത്താവിൻ്റെ കയ്യിലായിട്ടും നിയമത്തിൻ്റെ കണ്ണിൽ അവൾക്ക് ഒരു തരി മണ്ണിൽ പോലും അവകാശമില്ലായിരുന്നു. ഭർത്താവ് മരിച്ച മണിക്കൂറുകൾക്കകം അവൾ കൊട്ടാരത്തിൽ നിന്ന് അനാഥയായി വെറും കൈയോടെ പടിയിറങ്ങിപ്പെട്ടു. ചരിത്രം എത്ര ക്രൂരമാണെന്ന് നോക്കൂ. സ്വർണത്തിൽ കുളിച്ചു നിന്ന കൊച്ചി രാജാവിൻ്റെ ഭാര്യയ്ക്ക് അവസാനം വിശപ്പടക്കാൻ ആരുടെ മുന്നിൽ കൈനീട്ടേണ്ടി വന്നെന്നോ? കൊച്ചിയെ വിഴുങ്ങാൻ വന്ന സാക്ഷാൽ ബ്രിട്ടീഷുകാരുടെ മുന്നിൽ. ശക്തൻ തമ്പുരാന്റെ ഭാര്യ തെരുവിലിറങ്ങുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നാണക്കേടാണെന്ന് പറഞ്ഞ് അന്നത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് ദാനമായി നൽകിയ മാസം 30 രൂപയുടെ ഔദാര്യത്തിലായിരുന്നു പിന്നീട് ആ രാജപത്നിയുടെ ജീവിതം. ആ 30 രൂപയിൽ അവൾ ഒരുപക്ഷെ ജീവിതം തള്ളി നീക്കിയിരിക്കാം. പിന്നീടൊരിക്കലും ചരിത്രമായി 21കാരിയെക്കുറിച്ച് കേട്ടിട്ടില്ല. പക്ഷേ കാലം ആർക്കും മാപ്പ് കൊടുക്കാറില്ല. അത് പകരം ചോദിക്കുക തന്നെ ചെയ്യും. ചിമ്മുക്കുട്ടി പടിയിറങ്ങി കൃത്യം 1 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ കൊച്ചിയുടെ പടിവാതിൽ ചവിട്ടി തുറന്നിട്ടൊരു നേത്യാരമ്മ കടന്നുവന്നു. പാറുക്കുട്ടി നേത്യാരമ്മ. ചിമ്മുക്കുട്ടിയെ എറിഞ്ഞു പുറത്താക്കിയ അതേ നിയമങ്ങളെ പാറുക്കുട്ടിയമ്മ വലിച്ചു കീറി ചവറ്റുകൊട്ടയിലെറിഞ്ഞു. ഭർത്താവിൻ്റെ മരണം ശേഷവും കൊച്ചി രാജ്യം ഭരിക്കുന്ന യഥാർത്ഥ ശക്തിയായി, ബ്രിട്ടീഷുകാരെ പോലും വിറപ്പിക്കുന്ന മഹാറാണിയായി അവർ മാറി. ചിമ്മുക്കുട്ടിക്ക് കാലം നൽകിയ അന്തിമമായ കാവ്യനീതിയായിരുന്നു പാറുക്കുട്ടി നേത്യാരമ്മ. ചരിത്രം വെറും കഥകളല്ല, അത് അധികാരത്തിൻ്റെ ഇടനാഴികളിൽ വീണുകിട്ടിയ രക്തത്തുള്ളികൾ കൂടിയാണ്. ഒരു രാത്രി ഇരുട്ട് വെളുത്തപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ആ 17കാരിയുടെ അവസ്ഥ നിങ്ങളെ ചിന്തിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത് മായാ കാഴ്ചകൾ.